ഉടമ്പടി ഭയങ്കര തന്ത്രപരമായ ക്ലാസ്സാണ്. പക്ഷേ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും അനുഗ്രഹത്തെ ലെവലിൽ നിൽക്കുന്ന കാരണം, അനുഗ്രഹം കിട്ടുന്ന കാരണം അവരിങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് അനോയിൻറ്റിങ് ലെവലാണ്, അഭിഷേക തലമാണ്. അഭിഷേക തലത്തിൻ്റെ ടെക്നിക്കാലിറ്റി, അതിൻ്റെ ഒരു തന്ത്രമെന്ന് പറയണത്, ഒരു തന്ത്രജ്ഞാനം എന്ന് പറയണത്, അഭിഷേകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വസ്തു അല്ലെങ്കിൽ വിഷയം മാറിയിട്ട് വ്യക്തിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം. വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ്? ദൈവമായിരിക്കണം ഈ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ നമുക്ക് പ്രാധാന്യമായിട്ട് വരേണ്ടത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലും കുഴപ്പമില്ല, അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ കൂടെ താമസിക്കണം. അതാണ് വിഷയം. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, പക്ഷേ ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ഒരു ഉടമ്പടി 1-2 പുതുക്കി. ഇപ്പോൾ ദിവസങ്ങളിൽ വിനീഷ്യ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യമുണ്ടായി. സിമ്പിൾ സാക്ഷിയാണ്, വലിയ സാക്ഷ്യമൊന്നും ഇല്ല അതിനകത്ത്. കാര്യം അവൾ ചെറുപ്പക്കാരത്തിയാണ്. ചെറുപ്പക്കാരുടെ സാക്ഷ്യം അത്ര ആഴപ്പെട്ട സാക്ഷ്യമൊന്നും അവർ പറയത്തില്ല, പക്ഷേ അവിടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയും. എനിക്ക് ചെറുപ്പക്കാരുടെ സാക്ഷ്യം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ ജീവിതവും ലോകവുമായിട്ട് ഏറ്റുമുട്ടി പരിക്കേറ്റ വലിയ ദൈവാനുഭവത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ലെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ, പ്രൊഫഷണൽ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ പറയും. അത് യൂത്തിനത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും. വിനീഷ്യയുടെ സാക്ഷ്യം, വിനീഷ്യ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാണ്. പുള്ളിയുടെ ആധ്യാത്മിക നിലവാരം പുള്ളി പറയുന്നുണ്ട്. ഞാൻ കുടുംബ പ്രാർത്ഥനക്കൊന്നും ഇരിക്കത്തില്ല, മാതാവിനോട് പ്രത്യേക ഡിവോഷനൊന്നുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കൃത്യമായിട്ടാണല്ലോ കാര്യങ്ങൾ പറയണത്. അവിടെ ലെവൽ അതാണ്. ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല. കാര്യം ഇരിക്കത്തില്ലെന്നല്ല, ഷീ ഹാസ് നോട്ട് ട്രെയിൻഡ് സച്ച് എ വേ. ആ രീതിയിൽ അവൾ ട്രെയിൻ ചെയ്തിട്ടില്ല. ട്രെയിൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾ ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമാകുന്ന ആളല്ല. അതുകൊണ്ട് അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അങ്ങ് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ കാര്യം, ദൈവത്തിന് പകരം നമുക്ക് വേറെ ഒന്നുമില്ല. അതാണ് അതിൻ്റെ അകത്ത് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പം നമുക്കിഷ്ടമുണ്ട്, ഇഷ്ടമില്ല, താല്പര്യമുണ്ട്, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. കാര്യം മനുഷ്യന് ഓരോ സമയത്ത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഹൃദയം ഇടിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് കമാൻഡ് റെഗുലേഷൻ തരാഞ്ഞ കാര്യം അതാണ്. ഇപ്പം ചോറ് കഴിക്കണമെങ്കിൽ വാ പൊളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല, ഓക്കെ. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നാൾ ജീവിക്കാൻ പറ്റും. ആരെങ്കിലും പിടിച്ച് തല്ലി നമ്മളെ തീറ്റിക്കുക ആൾക്കാർ. പക്ഷേ ഈ ഉദ്ദേശത്തിൽ തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഹൃദയത്തിന് കൊടുത്തില്ലല്ലോ ദൈവം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും നമുക്ക് വരുന്ന പ്രശ്നം, ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ദൈവത്തിന് പകരം നമുക്ക് എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പം കിഡ്നിക്ക് പകരം കിഡ്നി വരാൻ പോകുന്നു അല്ലേ? പുതിയ കിഡ്നി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കണ പോലെ ഇപ്പം കിഡ്നി മാറ്റിവെക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടുകളിലും പൂച്ചകളിലും അതിൻ്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി മനുഷ്യരിലേക്ക് വരുമ്പോൾ വരുന്ന ഇടയ്ക്ക് ഈ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്നുണ്ട് കിഡ്നി. ദൈവം എന്തെല്ലാം ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്നെ സംഭവം, ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കണാണ് ചെയ്യണത്. അത് കണ്ടുപിടുത്തമല്ല, ഇറ്റ് ഈസ് ദെയർ, ഇവരുണ്ടാക്കിയതല്ല. ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുന്നു. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പൊതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടി തുറന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടി തുറന്നും പറഞ്ഞ് ആ പൊതി ഉണ്ടാക്കിയ ആൾ വേറെയല്ലേ. അപ്പം അത്രയേ ഉള്ളു കാര്യങ്ങൾ. അപ്പം ഈ വിഷയം അപ്പം ഇങ്ങനെ ഓരോ സംഭവത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ കാര്യത്തിന്, ഹൃദയത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും, കിഡ്നിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും
ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് നഷ്ടം. നീ ഏതെങ്കിലും ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ദൈവം കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നൽകുന്നുണ്ട്. കണ്ടെത്തണോ വേണ്ടതെന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ടേക്ക് ദ ബെഡഫോർഡ്, എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. സന്തോഷത്തിന് കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടാം. നല്ല പ്രഭാതമാണ്. കർത്താവിന്റെ മഹത്വത്തിനായി ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജെറമിയ 29:14. മറന്നു പോരുന്ന വചനം ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സന്തോഷത്തോടെ വെറുതെ പാടുക. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ 2ാമത്തെ വട്ടമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ കയറുന്നത്. അതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്കിത് പറയാൻ ഇച്ചിരി സമയമെടുത്തു. അതോർത്ത് ഞാൻ മാതാവിനോടും ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ പുതുക്കൽ തൊട്ട് മുന്നായിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് സാധാരണ വരുന്ന പോലെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അപ്പം പെണ്ണുങ്ങൾക്കിത് ഒരു പതിവാണ് യൂറിനറി ഇൻഫെക്ഷൻ. അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി. ഞാൻ ആദ്യത്തെ ട്രിപ്പ് ആൻറ്റിബയോട്ടിക് എടുത്തു. എനിക്കൊരു കുറവും കണ്ടില്ല. തൽക്കാലത്തിന് എനിക്കൊരു ആശ്വാസം കിട്ടി. അതുപോലെ തന്നെ തൊട്ടടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു. ഞാൻ പോയി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. കൂടാതെ 2 ആൻറ്റിബയോട്ടിക്, രാവിലെയും വൈകിട്ടും കഴിക്കുന്ന 2 ആൻറ്റിബയോട്ടിക് എടുത്തു. അതൊന്നും എനിക്ക് താൽക്കാലികമായ ഒരു സൗഖ്യം കിട്ടി. ഇതുപോലെ എനിക്ക് മാറി 6 മാസം കൊണ്ട് 12 വട്ടമാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വേദനയെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വേദനയായിരുന്നു. ഞാൻ ഉറങ്ങാത്ത രാത്രികൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ 6 മാസം.
ഓരോ വട്ടം പീരിയഡ്സ് ആവുന്നതിന് മുമ്പും ശേഷവുമാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അസഹനീയ വേദനയായിരുന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് ആകെപ്പാടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു കൊന്ത മാത്രമാണ്. ഈ കൊന്ത ചൊല്ലിയാണ് ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ ഉറങ്ങുന്നില്ല എന്ന് കണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്നവരെ കൂടെ ഇരുന്നിട്ടായിരുന്നു അമ്മ എണീറ്റ് പോകുന്നത്. അത്രയ്ക്ക് ഞാൻ വേദന സഹിച്ചു. ആദ്യമൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന അടുത്തുള്ള ചെറിയ ചെറിയ ആശുപത്രികളിലാണ്. പിന്നെ ഞാൻ ഗൈനക്കോളജിയെ കൊണ്ട് കാണിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഒരുവിധ പ്രശ്നവും ഇല്ല, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. എൻ്റെ ശരീരഭാരത്തിന് ഞാൻ കുടിക്കേണ്ടത് ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളമാണ്. ഞാനത് 4 ലിറ്റർ അളവിലേക്ക് കൂട്ടി. 2 ലിറ്ററിൻ്റെ 2 കുപ്പിയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്കിതിന് ഒരു ശമനവും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാനിതുപോലെ എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞാൻ തല ഇറങ്ങി വീണു. കൂട്ടുകാരൊക്കെ പേടിച്ചു. അങ്ങനെ എൻ്റെ അപ്പനെ അമ്മയെ ഹോസ്റ്റലിലേക്ക് വരുത്തിച്ചു. ഇവൻ എന്നെ തൊട്ട് താഴത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത്, ഇത്രയും വട്ടം വന്നിട്ട് നിങ്ങൾ എന്നാ വരാത്തത്, അപ്പം 7ാമത്തെ 8ാമത്തെ പ്രാവശ്യമായി ഇത് വന്നിട്ട്, ഇത്രയും വട്ടം വന്നിട്ട് നിങ്ങൾ എന്നെ മങ്ങളെ ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ വരാഞ്ഞത്, ഒരു യൂറോളജി വന്ന് കാണാഞ്ഞെന്ന് ആദ്യമേ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഡോക്ടർ എന്നിട്ട് രാവിലെ 2 ആൻറ്റിബയോട്ടിക്കും വൈകിട്ട് ഒരു ആൻറ്റിബയോട്ടിക്കുമായിട്ട് അതിൻ്റെ ഡോസേജ് കൂട്ടി. ഞാൻ ഇതിൻ്റെ പകുതിയായിപ്പോയി. ആൻറ്റിബയോട്ടിക് മാത്രം കഴിച്ചതിൻ്റെ പകുതിയായി. ഒരു ദിവസം ഞാൻ 5 to 6 മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 5 to 6 മരുന്ന് ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മരുന്ന് കഴിക്കുക മാത്രമായിരുന്നു ആശ്രയം. മരുന്ന് ഒരു നേരം ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഞാൻ നിൽക്കുന്ന കാണാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എക്സാം വരുന്നുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു PG സ്റ്റുഡൻറ്റ്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുകളെല്ലാം എനിക്കുണ്ട്. ഇതെല്ലാം ഞാൻ സഹിച്ച് ഞാൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും കൊടുത്ത് ഞാൻ സഹിച്ച് നിൽക്കുമായിരുന്നു. ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കുറവില്ല. അതുപോലെ 2ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ഞാനിതെല്ലാം കഴിച്ച് റെഡിയായെന്ന് എനിക്ക് തോന്നി. ഞാൻ മരുന്ന് നിർത്തി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു റെഡിയായെന്നാണ് തോന്നുന്നത്, നമുക്ക് മരുന്ന് നിർത്തി നോക്കാമെന്ന് പറഞ്ഞ് മരുന്ന് നിർത്തിയപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും അതിൻ്റെ ഇരട്ടിക്കായിട്ടുള്ള വേദനയിലാണ് ഇത് വരുന്നത്. ഞാൻ ഇങ്ങനെ പോലും നിൽക്കത്തില്ല. ഞാൻ നിന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഈ നടുവും ഈ വയറും കൂട്ടിയായിരുന്നു വേദന. എനിക്കിങ്ങനെ മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരാളോട് വേണ്ടി അവർ ചോദിക്കുന്ന കൂഞ്ഞാണോ എന്ന് ആദ്യമേ ചോദിക്കുന്നത്, ഇത്രയും പക്കമുള്ളുണ്ട് മോക്ക് കൂഞ്ഞാണോ എന്നത്. പക്ഷെ അല്ല, എനിക്ക് വേദന കാണാൻ എനിക്ക് നിവർന്ന് പോലും നിൽക്കത്തില്ലാത്ത അവസ്ഥയിലോട്ട് ഞാൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് വന്നാലും അഡ്മിറ്റ് ആക്കും, അടുത്ത പ്രാവശ്യം അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. 5 ദിവസത്തെ കോഴ്സാണ്. രാവിലെയും വൈകിട്ടുമായിട്ട് 2 ഇഞ്ചക്ഷൻ വെച്ച് ഞാൻ എടുക്കാൻ പോവാം. സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിത് പിടിച്ചിടണമെന്ന് പറഞ്ഞു. എനിക്ക് ഇളയതുങ്ങൾ 3 പേരാണ്. 2 കുഞ്ഞു പിള്ളേരാണ്, പിന്നെ ഇവൻ ഒരാളത്. അപ്പോൾ അവരെ ഇട്ടിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാൻ മാത്രമുള്ളൊരു സാഹചര്യം അപ്പോൾ വീട്ടിലില്ലായിരുന്നുകൊണ്ട് അന്ന് എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, പറ്റത്തില്ല ഡോക്ടറെ, വീട്ടിൽ ഇവളുടെ ഇളയതുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞാൻ മരുന്നിൻ്റെ ഡോസേജ് കൂട്ടാം. 6 to 7 ആയിരുന്നു എൻ്റെ ഡോസേജ്. ഡോക്ടർ ഇത് 10 ആക്കി. വീണ്ടും മരുന്ന് തന്നെ ആശ്രയം. മരുന്ന് നിർത്തി അപ്പം വേദന, തലകറക്കം, ഛർദി, പനി എല്ലാം ഒരുമിച്ച് വരും. അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചറാണ് പേരൻസ് മീറ്റിങ്ങിന് വന്നപ്പം എൻ്റെ അപ്പനോടും അമ്മയോടും പറയുന്നത്, കോട്ടയത്തൊരു പ്രമുഖ ആശുപത്രിയാണ്, ആ ആശുപത്രിയിലെ ഡോക്ടർ സീനിയർ ആയിട്ടുള്ള യൂറോളജിസ്റ്റാണ്. പുള്ളിക്കാരൻ റിട്ടയറായിട്ടും ആ ഹോസ്പിറ്റലുകാർ പിടിച്ചു നിർത്തിയേക്കുക. കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് പോകുന്ന കേസുകളൊന്നും പാഴായി പോകത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ അപ്പൻ കുറേ പേരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് നല്ല ഡോക്ടറാണ്, കേരളത്തിലുള്ള ഡോക്ടറാണ്, കുഴപ്പമൊന്നുമില്ല, കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതല്ല. അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ ഫയലൊക്കെ ആയിട്ടാണ് ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. ആദ്യത്തെ സെറ്റ് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ യൂറിൻ കളക്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തന്നെ വലിയൊരു തെറ്റാണ്, അങ്ങനെയല്ല യൂറിൻ കളക്ട് ചെയ്യേണ്ട, വേറെ രീതിയിലാണെന്നും പറഞ്ഞ് എനിക്ക് യൂറിൻ കൾച്ചറും യൂറിൻ ടെസ്റ്റും ചെയ്യാനായിട്ട് എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് വന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ യൂറിൻ കൾച്ചർ ടെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് നേഴ്സ് ചോദിച്ചു മോക്ക് എന്നാ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ്. അപ്പം ആദ്യമേ പറയുമ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വട്ടം വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ അല്ല, അത്ര പ്രശ്നമൊന്നും കാണത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേഴ്സ് സിസ്റ്ററിനോട് ചോദിച്ചു 8ാമത്തെ പ്രാവശ്യം. ഞാൻ പറഞ്ഞു ഇതെൻ്റെ 11ാമത്തെ പ്രാവശ്യം, 10ാമത്തെ പ്രാവശ്യം എനിക്കിത് 11ാമത്തെ പ്രാവശ്യം എനിക്കിത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്ററും ചോദിച്ചു അതെന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഇതുവരെ എനിക്കൊരു വഴി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇതൊക്കെ സിസ്റ്ററിനോട് പറഞ്ഞു. കാരണം എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് വന്നയാൾക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അത്രയ്ക്ക്
ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വേദന ഞാൻ സഹിച്ചല്ലോ എന്ന് ഓർത്ത് എനിക്ക് തന്നെ അത്ഭുതമുണ്ട്. അന്നൊരു സിസ്റ്റർ യൂറിൻ ട്യൂബ് വഴിയിട്ട് യൂറിൻ കളക്ട് ചെയ്തായിരുന്നു. യൂറിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് യൂറിന് ടെസ്റ്റിന് കൊടുത്തിട്ട് ഞാൻ അപ്പനും തിരിച്ചു വന്നു. 10 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ, ഞാനും അമ്മയും കൂടെ അകത്തോട്ട് കയറി ചെന്നത്. ഡോക്ടർ എന്നെ കണ്ടത് കുറച്ച് നേരം പുള്ളിക്കാരൻ എന്നെ അമ്മയും മാറി മാറി കുറേ നേരം നോക്കി. എന്നിട്ട് പുള്ളിക്കാരനുള്ള ഫയലെല്ലാം അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചൊക്കെ നോക്കിയിട്ട് പറയും, എനിക്കിതിലൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ, പക്ഷെ മോൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് താനും, ഇതെന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഇതിലൊരു കുഴപ്പവും എനിക്ക് കാണുന്നില്ല, നമുക്ക് ഒരു ടെസ്റ്റും കൂടെ ചെയ്യാം, ഇതിൽ കൺഫേം ആകും, എന്നാ പ്രശ്നമെന്ന് കൺഫേം ആകുമെന്ന് ഡോക്ടർ പറയും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ഞാൻ അന്ന് തൊട്ട് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇടുമായിരുന്നു. ആഴ്ച 1 ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇതേ ചൊല്ലിയിടും. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരു തുള്ളി ഉപ്പ്, ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഒരു തുള്ളി ഉപ്പ്, തൈലം ഇതൊക്കെ ഇട്ട് ഞാൻ എന്നും വെള്ളം കുടിക്കും. ഞാൻ എൻ്റെ അടിവയറ്റിലും നടുവിലും ഞാൻ തൈലം പുരട്ടുമായിരുന്നു. ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ പോലും ഞാൻ തൈലം ഉപ്പിടാതെ കുളിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. എനിക്ക് എങ്ങനെയല്ലേ ഈ വേദന മാറ്റിത്തരണം. എൻ്റെ ആകെ ലക്ഷ്യം എൻ്റെ മാതാവ് ഈശോൻ്റെ ഈ വേദന മാറ്റിത്തരണം എനിക്ക് 100% ഉറപ്പായിരുന്നു. ആ ഉറപ്പിൻ്റെ മണ്ടയിൽ നിന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപനവുമല്ല, നിൻ്റെ സൗഖ്യമാണ്, അല്ലെങ്കിൽ നീ തരുന്ന സമാധാനമാണ് എൻ്റെ സൗഖ്യം എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ടെന്നും പോകുമായിരുന്നു. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതെന്നും ചെയ്തു. അവിടെ അപ്പം 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനും അമ്മയും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാം. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, മോൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ടെസ്റ്റിൽ മോക്കൊരു കുഴപ്പം കാണിക്കുന്നില്ല, ഇതിന് മുമ്പിലെ ടെസ്റ്റ് വരെ കുഴപ്പം കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പം കാണിക്കുന്നില്ല. എന്നോട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു, നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു മരുന്നും കൂടെ തന്നു. 10 ദിവസത്തേക്ക് ഇത് കഴിച്ചോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, മോള് വണ്ടി ഓടിക്കാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു, എന്നതാ ഇത് വരാൻ കാരണം എന്നാന്ന് പറയുന്നില്ലല്ലോ, പക്ഷെ ഒരു മരുന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പം എൻ്റെ അപ്പം പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് മാതാവ് എടുത്ത് മാറ്റിയത്, നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, അത് മാറി എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തോടെ തന്നെ വീട്ടിൽ വന്നേ. ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ചു. അപ്പം ഞാൻ ആ ആഴ്ച ഫുൾ ലീവാണ്. ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ രാവിലെ ഒന്നും കിടന്നുറങ്ങാത്ത ആളാണ്. അതായത് 11 മണി കഴിഞ്ഞ ശേഷം ഉറക്കം വരുന്നത് സാധാരണയായിരുന്നു എനിക്ക്. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരിക്കലും ഞാൻ ഉറങ്ങത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. എൻ്റെ ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ട് വരിക. എത്ര വെള്ളം കുടിച്ചിട്ട് എനിക്ക് ആ ദേഹത്തെ ഡ്രൈനെസ് മാറുന്നില്ല. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോരം മരുന്ന് കഴിച്ചു. ഞാൻ ഗൂഗിൾ ചെയ്തേ നോക്കിയിട്ടില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ഡിപ്രഷനുള്ള മരുന്നാണ്. എൻ്റെ സകലമായ സമാധാനം അവിടെ നഷ്ടപ്പെട്ടു. എനിക്ക് അവസാനം എന്നെ വലിയ ഡിപ്രഷൻ രോഗിയാക്കിയ പോലെ എനിക്ക് തോന്നി. ഞാൻ ആ മരുന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ ഈ മരുന്ന് എനിക്ക് കഴിക്കത്തില്ല, ഞാനിത് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ടും എൻ്റെ ഉടമ്പടിയുടെ ശക്തി കൊണ്ട് ഞാൻ ഈ രോഗം എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തരുന്ന വിശ്വാസത്തോടെ തന്നെ ഞാൻ നിന്നു. മാതാവിനോട് ഈശോയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥനകളെല്ലാം ചൊല്ലി കൃത്യം ഇത് മാത്രം വെച്ച് ചൊല്ലുമായിരുന്നു. അങ്ങനെ മാതാവ് എൻ്റെ ആ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനമായിട്ട് വന്നത്. പിന്നെ ഇതുവരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 6-7 മാസ കാലഘട്ടമായിട്ട് ഞാൻ യൂറിനറി ഇൻഫെക്ഷനായിട്ട് നടക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു ബിഗ് 4 കമ്പനിയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വരുന്നത്. ഞാൻ പഠിക്കുന്നത് ഒരു മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജിലാണ്. എനിക്ക് മാതാവിനെ എനിക്കറിയാവുന്ന ആളുടെ മാതാവിനെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ആ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എനിക്ക് മാതാവിൻ്റെ പേരുള്ള കോളേജ് തന്നെ PG പഠിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ എങ്ങനെ തന്നെ എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു ബിഗ് 4 ആണ്, ഡെലോയിറ്റ് ആണ് കമ്പനിയുടെ പേര്. ആ കമ്പനിയിൽ കിട്ടാൻ നല്ല പാടെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മുടെ കാലിബറിന് അപ്പുറത്ത് നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളത് ക്ലിയർ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം 11ാമത്തെ പ്രാവശ്യം എൻ്റെ യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ ഇരിക്കുക. അന്ന് രാവിലെ ഞാൻ കുറേ ഛർദ്ദിച്ചു. ഞാൻ എന്നിട്ട് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. എൻ്റെ വികാരിയച്ഛൻ്റെ അടുത്ത് ഞാൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അച്ഛൻ പോലും അറിയുന്നത്, ഇത്രയും വട്ടമായിട്ട് ഈ കൊച്ചിനിത് വന്നു, അച്ഛൻ അറിഞ്ഞില്ലല്ലോ എന്ന് അച്ഛൻ ഞങ്ങളോട് പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, പൊക്കോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സ് മാറി എൻ്റെ യൂണിഫോം എടുത്തിടണം, ഇൻ്റർവ്യൂവിന് യൂണിഫോം എടുത്തിട്ടു. ഞാൻ അപ്പം തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ലാപ്ടോപ്പ് ഞാൻ തുറന്നു.
ലാപ്ടോപ്പ് തുറന്ന ശേഷം ഞാൻ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. ഒരു ചേച്ചി ഏതോ ഇൻ്റർവ്യൂ കൂടിയത്, ചേച്ചി ഉപ്പ് വിതറി, ലാപ്ടോപ്പിൽ ഉപ്പ് വിതറി തൈലം ലാപ്ടോപ്പിൽ തൂത്തു, ചേച്ചിയുടെ നാക്കയിലും നെറ്റിയിലും തൂത്തുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള മൊത്തം ഉപ്പും ഇത്ര ഉപ്പ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ചാലിച്ച് ലാപ്ടോപ്പിൻ്റെ മണ്ടയിലോട്ട് ഇട്ടു. മണ്ടത്തരം വന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ പോകാൻ വഴിയില്ല. അതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ തൈലം എടുത്തിട്ട് ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ സൈഡിൽ തേച്ചു, എൻ്റെ നെറ്റിയിലും തേച്ചു, എൻ്റെ അടിവയറ്റിൽ ഞാൻ 2 ഹോട്ട് വാട്ടർ ബാഗ് വെച്ചായിരിക്കുന്നു, ഒരെണ്ണം പുറകിലും ഒരെണ്ണം ഫ്രണ്ടിലും. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന ഞാൻ ഇൻ്റർവ്യൂ കൂടുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എനിക്കിങ്ങനെ നിവരാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന ഞാൻ കൂടുന്നത്. 12 ആദ്യത്തെ GD സെക്ഷനായിരുന്നു. എൻ്റെ ഭാഗ്യത്തിനാണോ അതോ എനിക്ക് തന്നൊരു ദൈവാനുഗ്രഹമാണെന്ന് അറിയത്തില്ല. ഞാനൊരു MCOM സ്റ്റുഡൻറ്റാണ്. എൻ്റെ കൂടെ അന്ന് സ്ലോട്ടിലുണ്ടായിരുന്ന മൊത്തം BCOM പിള്ളേരായിരുന്നു. അപ്പോൾ എനിക്കവിടെ പ്രിഫറൻസ് ഉണ്ടായിരുന്നു എന്ത് സംസാരിച്ചാലും. അപ്പോൾ ഞാൻ GDയിൽ ക്വാളിഫൈ ആയി. ആദ്യത്തെ GD റൗണ്ട് ഞാൻ ക്വാളിഫൈ ആയി. അതിനുശേഷം 2ാമത്തെ റൗണ്ട് അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയും ഒരു ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചേക്കുക. എന്ത് വന്നാലും ഞാൻ അങ്ങനെ ഇറുക്കി പിടിച്ചോണ്ട് ഞാൻ പറയുന്നത്. 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അപ്പം മൊത്തം 359 പിള്ളേരായിരുന്നു ഡെലോയിറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റഡായത്. ആദ്യമേ കുറേ സെക്ഷൻ ആപ്റ്റിറ്റ്യൂഡിൽ കളഞ്ഞു, 2ാമത്തെ സെക്ഷൻ GD കളഞ്ഞു. ഇനി 3ാമത്തെ സെക്ഷനാണ് ഇൻ്റർവ്യൂ. 129 പിള്ളേരിൽ 29 പിള്ളേർ അവർക്ക് 29 പിള്ളേരെ മതി, അതിൽ കൂടുതൽ പിള്ളേരെ എടുക്കത്തില്ല. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോൾ ഈശോയുടെ മാതാവിനോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വേദന തിന്നതാണ്, ഈ ഇത്രയും മാസകാലം കൊണ്ട് ഞാൻ കുറേ വേദന തിന്നു, എനിക്ക് എന്ത് വന്നാലും നീ എനിക്ക് ഈ ജോലി തരണം, ഉറപ്പായിട്ടും തരണം, ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ കരഞ്ഞ് ഒരു വേറെ കോലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഞാൻ 12:30 എൻ്റെ ഇൻ്റർവ്യൂ സ്ലോട്ട് വന്നു, പക്ഷെ അവർ വന്നപ്പോൾ 1:30 അതിന് മുമ്പ് ഇൻ്റർവ്യൂ കൂടിയ ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞത് ഞങ്ങളോട് ഒത്തിരി ഒന്നും ചോദിച്ചില്ല, 5 ടെക്നിക്കലും 5 HR പിന്നെ അവർ പൊക്കോളാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പ്രതീക്ഷയില്ല. ഓഡിറ്റ് അസിസ്റ്റൻ്റാണ് ഡെസിഗ്നേഷൻ. അപ്പം ഞാൻ അത് വെച്ച് ഞാൻ ChatGPTയിലിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുക. ഏതാ ചോദിക്കാമെന്ന് അറിയത്തില്ലല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു, എനിക്ക് എളുപ്പമുള്ളത് എന്നോട് ചോദിക്കാവുള്ളൂ, എന്ത് ചോദിച്ചാലും അത് പറയാൻ പറ്റുന്നുള്ളൊരു ശക്തി ഇവിടെ തലകറിയും കിടക്കാനൊന്നും പറ്റരുതേ മാതാവെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം 1:30 ആയപ്പോൾ എൻ്റെ സ്ലോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂമിലിരിക്കുക. ഞാൻ കാറി അച്ചാച്ചൻ്റെ അമ്മയും പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അച്ചാച്ച അമ്മ സ്ലോട്ട് വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉണങ്ങിക്കോളാൻ പറഞ്ഞു. ഇവർ അപ്പം തന്നെ നീലത്തിരിയും പച്ചത്തിരിയും കൂടെ ഒരുമിച്ച് കത്തിച്ച് ഇവർ പ്രത്യക്ഷണ പ്രാർത്ഥന ഉറക്കെ ചൊല്ലുന്നുണ്ട്. എനിക്ക് അത് മാത്രമേ അവിടെ ഒരു ആശ്വാസം. ഒരു സൈഡിൽ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൂടുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ സ്ലോട്ടിൽ വന്നത് ഒരു മാഡവും ഒരു സാറുമാണ്. 2 പേരാണ് എനിക്ക് വന്നത്. ബാക്കിയുള്ളവർക്ക് ഒരാൾ വന്നപ്പോൾ എനിക്ക് 2 പേരാണ് വന്നത്. ആദ്യം എന്നോട് പേര് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു, ഇതൊക്കെ ചോദിച്ചു. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്നാ ഫ്യൂച്ചറിൽ പരിപാടികൾ എന്നൊക്കെ ചോദിച്ചു. എന്നെ ആദ്യം ഒന്ന് കാമാക്കിയവർ. അപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ഒരു സമാധാനം കിട്ടി. എന്നെ ഒന്ന് കാമാക്കിയല്ലോ എന്നോർത്ത് എനിക്ക് സമാധാനം കിട്ടി. എന്നിട്ട് എന്നോട് ഇവർ 2 പേരും കൂടെ ഇങ്ങനെ റാപ്പിഡ് ഫയർ പോലെ മാറി ചോദിക്കുക. ഞാൻ +1 കൊമേഴ്സ് തൊട്ട് പഠിച്ചത്, തേർഡ് ഇയർ BCOM വരെ പഠിച്ച കാര്യങ്ങൾ എന്നോട് മാറി ചോദിക്കുക. ഇന്നലെ പഠിച്ച പോലെ എനിക്കിന്ന് പറയാൻ ഓർമ്മ കാണത്തില്ല, പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, ഇത് പറ അത് പറ. പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്നോട് അക്കൗണ്ട്സിനെ കുറിച്ച് ചോദിച്ചു. എനിക്കറിയാം അതൊക്കെ ഞാൻ പറഞ്ഞ തെറ്റ്, കാരണം ഞാൻ അതൊക്കെ മറന്നുപോയായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ ആ തെറ്റ് പറയുക, എന്നിട്ട് അവരത് കറക്റ്റാണെന്നും പറയുക. അത് ഏറ്റവും വലിയ ഇത്. അത് ചോദിക്കുന്ന ചോദ്യം കറക്റ്റാന്ന് പറഞ്ഞാൽ അവർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ഇവർ രണ്ടോടും മാറി 25-30 അടുത്ത ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ച് എന്നോട് ഒറ്റ കാര്യം ചോദിച്ചു, ഇവിടെ വന്നു കഴിഞ്ഞാൽ CA ഞങ്ങൾ എടുക്കാൻ പറയും, എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ എടുത്തോളാം, പഠിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മാമിനോട് പറഞ്ഞു ഓക്കെ ദെൻ വിൽ സീ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇത് കട്ട് ചെയ്തിട്ട് പോയി. ഞാൻ ഇറങ്ങി വന്ന് ഞാൻ കരയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു എന്നോട് കുറേ ചോദ്യം ചോദിച്ചു, പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു അമ്മ, എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ ഉള്ളിലൊരു മുള്ളുണ്ട്, ആ മുള്ളെടുത്ത് മാറ്റാൻ മാതാവായിട്ട് ഒരു വഴി ഒരുക്കുന്നതെന്ന് മാത്രം നീ ഓർത്താൽ മതി, വേറൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുറേ ചോറ് വരെ വാരിത്തന്നു, എന്നൊക്കെ എന്നെ കൊണ്ട് തീറ്റിച്ച് എന്നെ കടത്തി ഉറക്കി.
ഞാൻ കിടന്നുറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി. അത്രയും ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാത്തൊരു ഉറക്കം ഞാനൊന്ന് ഉറങ്ങി. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ല മാതാവ് ഇതല്ലെങ്കിൽ അടുത്ത് എനിക്ക് കരുതി വെച്ചിട്ടുള്ള വിശ്വാസത്തോടെ ഞാൻ കടന്ന് നല്ല രീതിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന 5:30 മണിയാണ് എഴുന്നേറ്റപ്പോൾ. അന്നുമായിട്ട് ഞാൻ റിസൾട്ട് വരും. ഞാൻ 5:30 എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു 10-36 വാട്സപ്പ് മെസ്സേജ്, ഒരു 10-25 മിസ് കോൾ. ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ എടുത്തിട്ട് ആദ്യമേ കണ്ടത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനെ എന്നെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അവനെ ആദ്യമേ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നാ വേണം, ഏറ്റവും വലിയ കമ്പനിയിൽ പ്ലേസ്ഡ് ആയില്ലെന്ന് അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ചുമ്മാ എടി പ്ലേസ്ഡ് ആയി, നിൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റഡാ, നീ 29 നീ ഒരാളാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവനോടൊന്നും പറഞ്ഞില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്ത് PDF തുറന്ന് നോക്കിയപ്പം ആദ്യമേ കണ്ടത് എലിസബത്ത് തോമസ്, എൻ്റെ പേര് ഞാൻ ആദ്യമേ കണ്ടത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഞാൻ ഇവരെ അപ്പനെയും അമ്മയും കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, കിട്ടി. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ബലമായിട്ട് എനിക്ക് കിട്ടി. എൻ്റെ വേദന എൻ്റെ മാതാവ് കണ്ടു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു. എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ കമ്പനിയുടെ ആനുവൽ പാക്കേജ് 6 lakh. അത് കിട്ടാൻ വേണ്ടി പിള്ളേർ കരുതി നിൽക്കുന്ന സമയത്ത് ഞാൻ അത്രയും വേദന സഹിച്ച് ഞാൻ കൂടിയപ്പോൾ മാതാവ് അത് കണ്ട് എനിക്ക് കിട്ടി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ അനിയനാണ്. ഞങ്ങളുടെ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. ACCA, CMA, CA പോലെ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. ഞാനും ACCA പഠിക്കുന്ന ഒരാളാണ്, ഇവനും അതെ ACCA പഠിക്കുന്ന ഒരാളാണ്. ഇവന് ആദ്യത്തെ വട്ടം ACCയുടെ പേപ്പർ സെപ്റ്റംബറിലായിരുന്നു. FR ആയിരുന്നു പേപ്പർ, F ലെവൽ പേപ്പറായിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ പോയാണ് എഴുതിയത്. പക്ഷെ അവന് 1 മാർക്കിനാണ് പോയത്. 50 കിട്ടണം, അവന് 49 അവന് പോയി. അവന് ഭയങ്കര വിഷമമായിരുന്നു. ഇതുവരെ കരയാത്തവൻ അന്ന് എന്നെ അമ്മയെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു, ഞാൻ കുറേ പഠിച്ചത് അവർക്ക് 1 മാർക്ക് ഇട്ട് തന്നായിരുന്നു, എന്താണെന്നാണ് ചോദിച്ചാൽ കരഞ്ഞത്. ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വിഷമമായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ഈ രോഗങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം ഇവൻ അപ്പം തന്നെ അന്ന് രാവിലെ റിസൾട്ട് വന്നു. ഒരു 8:30 മുമ്പ് അവൻ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ 2 പേപ്പർ എഴുതാൻ പോവാം, FRഉം FM ഞാൻ എഴുതാൻ പോവാം ഡിസംബറിലേക്കെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ അങ്ങനെ എഴുതുന്നവരുണ്ടെന്ന്, നീ എഴുതിക്കോടാ, നിനക്ക് വിശ്വാസമുണ്ട്, നീ എഴുതിക്കോന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാനും പറഞ്ഞു. ഞങ്ങളുടെ പ്രൊഫഷണൽ ഹെഡ് സാറും ഇവനെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, വർക്ക് 2 പേപ്പർ എഴുതണം എന്ന് തന്നെ പറഞ്ഞു. ഇവരെ FM പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞത് അങ്ങനെ എഴുതരുത്, FM മാത്രം എഴുതണം, അത് റിസ്ക്കാണ്. കാരണം ഒരു പേപ്പറിൻ്റെ FRന് 17,000 രൂപയും FMന് 18,000 രൂപ അത്രത്തോളം ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അത് റിസ്ക്കാണ്, അത്രയും പൈസ പോകും എന്നൊക്കെ സാറ് പറഞ്ഞെങ്കിലും ഇവൻ 2ഉം കരുതി കൂട്ടി അവൻ എഴുതി. ഈ ഡിസംബറിലാണ് എഴുതിയത്. അന്നും ഇവൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന്, അവൻ എറണാകുളത്തായിരുന്നു സെൻറ്ററിൽ പോകുന്ന തലേന്ന് അമ്മ ഇവനെ പ്രത്യേകം തൈലം തൊട്ട് ഇവനെ പ്രാർത്ഥിപ്പിച്ചു. ഉപ്പ് ഇവൻ കുടിക്കുന്ന വെള്ളത്തിൽ കുപ്പി കൊണ്ടുപോയില്ല, അപ്പോൾ ഉപ്പ് അതിനകത്തിടണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു. പിന്നെ അതൊക്കെ ചെയ്ത് കയ്യിലൊരു കാശ് രൂപം, ജനിച്ച കാശ് രൂപ അല്ലാത്ത സാധാരണ ഒരു കാശ് രൂപ അമ്മ കൊടുത്തു വിട്ടു. അമ്മോനൊന്നും പേടിക്കേണ്ട, പോയി എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എഴുതുമ്പോൾ എനിക്ക് ക്ലാസ്സാണ്, ഞാൻ ക്ലാസ്സിൽ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്കറിയാം ആ പേപ്പറിൻ്റെ ബുദ്ധിമുട്ടത്ര, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അമ്മ അച്ഛനും എൻ്റെ കൂടെ പോയിരുന്നു. അച്ഛനും അവിടെ അടുത്തിരുന്നുള്ള ചാപ്പലിൽ കയറി കൊന്ത എല്ലാം തുടങ്ങി. അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, കിട്ടുമായിരിക്കും തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. FR ഇച്ചിരി പാടായിരുന്നു, പക്ഷേ FM എനിക്ക് എളുപ്പം പോലെ എനിക്ക് തോന്നി, എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മളും അത്ര രീതിക്ക് അതെടുത്തുള്ളൂ. റിസൾട്ട് വന്നു. ഇതുപോലൊരു രാവിലെ ഡെയിലി ബ്രെഡ് കൂടിക്കഴിഞ്ഞ് ഞങ്ങൾ 3 പേര് എണീറ്റ് വന്നപ്പോഴാണ് ഇവൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്ന, അമ്മേ റിസൾട്ട് വന്നമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞു 2ഉം കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവനെ ഈ ഫോൺ കൊണ്ട് എൻ്റെ തന്നപ്പോഴത്തേക്കും 2 പേപ്പറും പാസ്സായെന്നുള്ളൊരു മെയിൽ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് 2 പേപ്പറും പാസ്സായി. അതാണ് 3ാമത്തേത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രോഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു കാലഘട്ടം വരെ. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന് മുമ്പ് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊരു പേന താഴെ വീണ് ഞാനിങ്ങനെ കുനിഞ്ഞ് എടുത്താൽ ഞാനിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. എനിക്ക് നിങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും, ചുറ്റും കറങ്ങുന്ന പോലെ തോന്നും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങനെ കറങ്ങും. ഞാൻ ഒരാളെ പിടിക്കാതെ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം ഞാൻ തല കറങ്ങുവാന്നോ അറിയാതെ വിചാരിച്ചു തല കറങ്ങി വീഴുമായിരുന്നു ചെയ്തത്. പക്ഷേ അത് തലകറക്കമല്ലെന്ന് പിന്നെ ഒരു ENT കൊണ്ട് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു.
ഇയർ ബാലൻസിൻ്റെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഡോസേജ് മരുന്നാണ്. പോരാത്തതിന് ഇയർ ബാലൻസിന് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കും. ആ എക്സസൈസ് ഒരു വട്ടം ഞാൻ ചെയ്ത് ഞാൻ ഇറങ്ങി വന്ന് കുറേ ഛർദ്ദിച്ചു. എനിക്ക് അത് പറ്റത്തില്ലാത്തൊരിതിലായി. അപ്പോൾ ഞാൻ ഓർത്തു, എന്തിനു ഞാൻ വിഷമിക്കണം, എനിക്കെൻ്റെ മാതാവ് ഈശോയില്ല, എനിക്കെൻ്റെ ഉടമ്പടിയില്ല. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചു. എൻ്റെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഞാൻ ആദ്യത്തെ യൂറിനറി ഇൻഫെക്ഷനാണ് വെച്ച്, രണ്ടാമത്തെ ഇയർ ബാലൻസ് ഞാൻ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ എന്നും രാവിലെ എനിക്ക് ഒരാളുടെ ഹെൽപ്പില്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. എന്നെ അവളെ പയ്യെ പിടിച്ച് പൊക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ വന്നായിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെവിയിൽ ഉടമ്പടി തൈലം വെച്ച് ഇങ്ങനെ തൂക്കും, 2 ചെവിയിലും തൂക്കും, നെറ്റിയിലും തൂക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു. ഉപ്പിട്ട വെള്ളം കുടിക്കുമായിരുന്നു, ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് പിന്നീട് അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റിന് മുമ്പ് ഒരു മാസമാണ് എനിക്കിത് വരുന്നത്. ആ വർഷം ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും അത് ക്യൂറായി. പിന്നെ എനിക്കിപ്പം ചുമ്മാ കുനിഞ്ഞ് എഴുന്നേക്കാൻ പറ്റും, എനിക്ക് പെട്ടെന്നൊക്കെ എഴുന്നേക്കാൻ പറ്റും, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പം ഇതാണ് അമ്മ മാതാവും തിരുക്കുമാരൻ്റെ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ വീട്, ഞാൻ ഇടുക്കിക്കാരിയാണ്. എൻ്റെ വീട് തമിഴ്നാട് ബോർഡറാണ്. പുറ്റടി വേളാങ്കണ്ണി മാതാപ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഞങ്ങൾ ബോർഡറിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് പോകുന്നത് തമിഴ് പത്രങ്ങളാണ് അവിടെ. എന്നിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഞങ്ങൾ കുടുംബമായിട്ട് ഇറങ്ങി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയ പത്രങ്ങളെല്ലാവർക്കും കൊടുക്കും. കയ്യിൽ നമുക്ക് മറ്റേ മാതാവിൻ്റെ ബുക്കുണ്ടല്ലോ, തമിഴിൽ എഴുതിയ ബുക്കും ഞങ്ങൾ ഇവിടുന്ന് എക്സ്ട്രാ മേടിക്കും. കാശുരൂപം, ഉപ്പ്, ഇതെല്ലാം ഞങ്ങൾ മേടിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന വീടുകളിൽ കയറും. മൊത്തം അക്രൈസ്തവരാണ്. ക്രൈസ്തവ കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്, മിക്കതും അക്രൈസ്തവരാണ്. ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടും. നമ്മളെ കൊന്തയ്ക്കിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് നമ്മളെടുത്ത് മിണ്ടാനും അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും വീടിൻ്റെ വാതിൽക്ക് വന്നാൽ ഇങ്ങനെ തോന്നുമല്ലോ, കയറാമെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ കയറും. മിക്കപ്പോഴും ഏത് വീട്ടിൽ കയറില്ല, അവിടെ ഒരു രോഗി കാണും. ഞങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് തൈലം തൂത്ത് പ്രാർത്ഥിച്ച് അവരുടെ ഉപ്പോ കാശുരൂപോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. പത്രം കൊടുത്ത് ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലുള്ള ഇവരുടെ സെൻറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് അവരുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ ഫോൺ ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങളതിലേക്ക് ഒന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതെടുത്തവരെ കാണിച്ചു കൊടുക്കും. ഇത് കൂടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പോയാൽ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ട്, അമ്മമാർ ഉള്ള ആശ്രമമാണ്. അവിടെ ഇടയ്ക്ക് ഞാനും അമ്മയും ഉടമ്പടി എടുത്ത ആൾ, അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് പോവും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ സ്നാക്സോ അല്ലെങ്കിൽ പൈസ ആയിട്ടോ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വല്ല ഡൈപ്പറോ ഗ്ലൗസോ അങ്ങനെയൊക്കെ മേടിച്ച് എത്തിക്കും. അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനം പറയും. ഇടവകയിൽ ഏത് രോഗി ഉണ്ടെന്നറിഞ്ഞാലും എല്ലാ ആഴ്ച ഞാൻ വീട്ടിൽ വരും. ആ ആഴ്ച ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ അവരുടെ വീട്ടിൽ പോവും. പ്രായമായവരെ കൂടുതൽ ചെന്ന് കാണും. രോഗമില്ലേ പോലും അവർക്ക് അവരോട് മിണ്ടുന്ന അവർക്ക് ഭയങ്കര ആശ്വാസമാണല്ലോ. അപ്പോൾ അവരെയൊക്കെ പോയി ഞങ്ങൾ കണ്ട് മിണ്ടും. എന്നും ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നും കുർബാന കാണുന്ന ഒരാളാണ്. ഞാൻ മുടക്കത്തില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ശൈലിയാണ്. അപ്പനും അമ്മയും രാവിലെ എന്നും എന്നിട്ട് കുർബാനയ്ക്ക് പോകുന്ന മക്കൾ ഞങ്ങൾ 4 കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ പോലും കുർബാന മുടക്കത്തില്ല. എന്ത് വന്നാലും മുടക്കത്തില്ല. ഇൻ കേസ് രാവിലെ എൻ്റെ കുർബാന മുടങ്ങിയ വൈകിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ആശ്രമമുണ്ട്. ആ പള്ളിയിൽ പോയി ഉറപ്പായിട്ട് ഞാൻ കുർബാന കണ്ടിരിക്കും. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ബൈബിൾ വായന അരമണിക്കൂർ ബൈബിൾ വായനയാണ്. ഞാൻ രാവിലെ ഒരു 15 മിനിറ്റും വൈകിട്ട് ഒരു 15 മിനിറ്റും ബൈബിൾ വായിക്കും. ഞാൻ പിന്നെ യൂറിനറി ഇൻഫെക്ഷന് മുമ്പ് വരെ കൊന്ത ചൊല്ലാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. പേരിന് ചൊല്ലുന്ന പോലെ ഞാൻ ചൊല്ലുമായിരുന്നു. പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ്റെ ആ സമയം തൊട്ട് ഞാൻ കൊന്ത ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞാൻ ചിലപ്പം രാത്രി തളർന്നെല്ലാം പഠിച്ചിട്ട് മടുത്തിട്ടായിരിക്കും ഞാൻ വന്ന് കട്ടിലേക്ക് കയറുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഒരു കൊന്ത ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങത്തില്ല. അത് ഞാൻ ഒരു ശീലമാക്കി. ആ ശീലം ഇപ്പോഴും തുടരുന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. മാതാവ് ഈശോയ്ക്കും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും 1000 നന്ദി.